ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല കോവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാം എന്ന്. കോവയ്ക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കോവയ്ക്ക റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കുറച്ച് വീതിയുള്ള പാൻ എടുക്കുക. കുറച്ച് പരന്ന പാൻ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നന്നായിട്ട് ഇത് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ ഏറ്റവും മുമ്പ് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുകാണ്. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഇത് ഒരു പിങ്ക് കളറായാൽ മതി. അപ്പോഴത്തേക്കും നമുക്കിത് വരട്ടി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം ഒരു പിങ്ക് കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ടാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 10 വെളുത്തുള്ളി നീളത്തിലാണ് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി. അപ്പം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 പച്ചമുളക് നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് വേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റി കൊടുത്ത് ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാതും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ തന്നെ വേണം കട്ടാക്കി എടുക്കാൻ വേണ്ടി. നമ്മൾ തോരൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ കോവയ്ക്ക വട്ടത്തിലാണ് കട്ടാക്കി എടുക്കുക. പക്ഷേ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കോവയ്ക്ക ഇങ്ങനെ തന്നെ നീളത്തിൽ വേണം കട്ടാക്കി എടുക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടീൻ്റെ സ്ഥലത്ത് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ ലാസ്റ്റിൽ 3 ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം ഒട്ടും ചേർക്കാണ്ട് വേണം ഇത് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് റോസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഞാൻ എല്ലാതും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് 5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഒരിക്കൽ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നടുവിൽ മൂടി മാറ്റി നമുക്ക് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് അടിപിടിക്കേണ്ട സാധ്യതയുണ്ട്. ആ കാരണത്തോണ്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഇത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെയും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കൂടെ തന്നെ ഞാൻ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായ കോവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച്
നമ്മുടെ കൂവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൂവയ്ക്ക റോസ്റ്റിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ലാസ്റ്റിൽ വേണം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തീൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി കൂവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു കൂവയ്ക്ക റോസ്റ്റ് ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഒന്ന് പോയി ഓളിൻ്റെ ഓപ്ഷനും പ്രസ് ചെയ്യണം. അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഈ കൂവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ ഒരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.